റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സിനിമാ മേഖലകളിൽ ഒട്ടേറെ എല്ലാ കുറ്റാരോപിതർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഇപ്പം ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്, സിദ്ദിഖിനെതിരെ ജാമ്യമില്ലാ വകുപ്പ്, മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ്. എനിക്ക് സിദ്ദിഖിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തിയിട്ടുണ്ടെന്ന് തോന്നി. എന്തായാലും മുകേഷിനും ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഇട്ടിട്ടുണ്ട്. സിദ്ദിഖിനും രഞ്ജിത്തിനും എതിരെയും ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ജയസൂര്യക്കെതിരെ എനിക്ക് തോന്നുന്നു അവർ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ, എനിക്ക് തോന്നുന്നു IPC 354 എന്ന് പറയുന്ന വകുപ്പം കണ്ട ജയസൂര്യക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഏതായാലും ജയസൂര്യ ഇവിടെ ഇല്ല. ഇപ്പം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ജയസൂര്യ. എനിക്ക് തോന്നുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള ശ്രമം നടത്താൻ പോവുകയാണെന്ന് തോന്നുന്നു ജയസൂര്യ. അങ്ങനെ ഉണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടിയാൽ മാത്രമേ ഒരു പക്ഷേ ചിലപ്പം ജയസൂര്യ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് അടുത്ത നമുക്കറിയാം മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനെതിരെ IPC 354, 354A, എനിക്കൊന്ന് 376(1) ഈ വകുപ്പുകളെല്ലാം മുകേഷിനെതിരെ ചാർത്തിയിട്ടുണ്ട്, എല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. മുകേഷിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകേഷ് രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള രീതിയിൽ കൂടെ. അപ്പം മുകേഷും ഈ പറഞ്ഞ കണക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടെന്ന ഒരു സാഹചര്യം വന്നുപെട്ടിരിക്കുകയാണ്. പിന്നെ മുകേഷ് രാജിവെക്കുകയോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പാർട്ടിയുടെയും മുകേഷിൻ്റെയും കാര്യമാണ്. രാജിവെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കൊല്ലത്ത് നടന്നു കഴിഞ്ഞാൽ മുകേഷ് അല്ലെങ്കിൽ CPM-ന് എളുപ്പത്തിൽ ആ സീറ്റ് ജയിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആയാലും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസം കൂടി വരികയാണ്. ഇപ്പോൾ ഒരു യുവാവ് തന്നെയാണ് തന്നെ രഞ്ജിത്ത് ഇരയാക്കി എന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. കടുത്ത ആരോപണം. അതായത് ആ ആരോപണം WCCയിലെ ഒരു അംഗത്തിനെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തത്തക്ക രീതിയിലാണ് ആ യുവാവിൻ്റെ ആരോപണം എന്ന് പറയുന്നത്. അതുപോലെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം, സിദ്ദിഖ് ഈ 2016 ഈ നടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടിയും സിദ്ദിഖും ഒരുമിച്ചുണ്ടായിരുന്നെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന് കിട്ടിയതായിട്ടാണ് സൂചന. കാര്യം അവിടുത്തെ രജിസ്റ്ററിനകത്ത് സിദ്ദിഖിൻ്റെ പേരുണ്ട്. വിസിറ്റേഴ്സ് രജിസ്റ്ററിനകത്ത് നടി പേരെഴുതി ഒപ്പിട്ടതായിട്ടുള്ള റെക്കോർഡ്സ് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് സിദ്ദിഖിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടികളിൽ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ സിദ്ദിഖിൻ്റെ കേസിനകത്ത് ഈ പറഞ്ഞ കണക്ക് നടിയെ മസ്കറ്റ് ഹോട്ടലിൻ്റെ റൂമിൽ പൂട്ടിയിട്ടു, ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ പോലീസ് വ്യക്തത വരുത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം അവരെ പൂട്ടിയിട്ടതിന് ശേഷം സിദ്ദിഖ് പുറത്തു പോയെന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവർ വാതിലിന് ശക്തിയായിട്ട് ഇടിക്കാനോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് മറ്റൊരാളെ അറിയിക്കാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. അതും അന്വേഷണ സംഘം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവരെ ഉപദ്രവിച്ചതിന് ശേഷം സിദ്ദിഖിനുള്ള ഫുഡുമായിട്ട് സപ്ലയർ അല്ലെങ്കിൽ റൂം ബോയ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോടും ഇവരൊന്നും പറഞ്ഞതായിട്ട്, അതായത് ഈ ആക്രമിക്കപ്പെട്ട നടി ഒന്നും പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. അതിനും അന്വേഷണ സംഘം വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തണം. പിന്നെ അവരെ ഉപദ്രവിച്ച സമയത്ത് അവരിട്ടിരുന്ന വസ്ത്രം ഇന്ന കളറാണെന്നും പിന്നീട് ആ വസ്ത്രം അവർ പിന്നീട് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നു. അത്തരത്തിലുള്ള ഒരു വസ്ത്രം നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ അതും ഒരു കളർ സഹിതം പറഞ്ഞ സ്ഥിതിക്ക് അതും ചിലപ്പോൾ അവർ ഹാജരാക്കേണ്ടതായിട്ട് വരും. പിന്നീട് ഈ ഉപദ്രവങ്ങൾക്ക് ശേഷം, അതായത് പീഡനത്തിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പം മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. അവിടുത്തെ റിസപ്ഷനിലോ മറ്റോ ഒന്നും ആ സമയത്ത് അവർ ആക്രമിക്കപ്പെട്ടു എന്ന് അവർ അന്നേരം പറഞ്ഞിട്ടുമില്ല. അപ്പം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കോടതിയിൽ ഇത് വരുമ്പം ശക്തമായിട്ട് പ്രതിഭാഗത്തിൻ്റെ വക്കീൽ ഉയർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടായിരിക്കും സിദ്ദിഖിൻ്റെ കാര്യത്തിൽ പോലീസ് കോടതിയിൽ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും കുറ്റം ചെയ്തിട്ടുള്ളവർ എത്ര വലിയ ഉന്നതനായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഇനി നിരപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആൾക്കാർ ശിക്ഷിക്കപ്പെടാതെ പോകണം എന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ജയസൂര്യയുടെ കേസിനകത്ത് നമുക്കറിയാം, ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം 2008 സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമയത്താണ് ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പീഡനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു നടി പരാതിപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണസിരാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ സിനിമകളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പല പ്രാവശ്യം വിട്ടുകൊടുക്കുന്നെങ്കിൽ പോലും അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ എപ്പോഴും എല്ലാവരിലും ഉണ്ടായിരിക്കുന്നത്. ഇവരുടെയൊക്കെ കണ്ണുവെട്ടി ചിത്രത്തിലുള്ള ഒരു സംഭവം അന്ന് നടന്നെന്നും അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അന്ന് കണ്ടെത്താൻ പറ്റിയില്ല, പിന്നീട് ഒരിക്കൽ പോലും അവർ അറിയുന്നില്ല. ഇപ്പോൾ 2008 കഴിഞ്ഞ് 2024 വന്ന് നിൽക്കുക. ഈ സമയത്ത് ഇത് അറിയുമ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റിൽ നടന്നു എന്ന് പറയുന്ന ഒരു ഉപദ്രവ ശ്രമം അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തെറ്റുകാരാണെങ്കിൽ ഇവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ, നിരപരാധിയാണെങ്കിൽ ഇവരെ ഓരോരുത്തരെയും ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തരാക്കട്ടെ. താങ്ക് യു.